ഹലോ ഫ്രണ്ട്സ്, കഥകളുടെ മാന്ത്രിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ നായിക ഇവയാണ്. ഇവ അവളുടെ ബോയ് ഫ്രണ്ട് ജെഡിനെയും അവളുടെ ഫ്രണ്ട് കയലിനെയും എയർപോർട്ടിൽ മീറ്റ് ചെയ്യുന്നു. അവർ 3 പേരും വെക്കേഷൻ ആഘോഷിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടുത്തെ ഗവർണറുടെ മകളായിരുന്നു ഇവ, അതുകൊണ്ട് തന്നെ അവളോടൊപ്പം ഒരു ബോഡി ഗാർഡുമുണ്ട്. അതേ ഫ്ലൈറ്റിൽ തന്നെ കപ്പിൾസായ 2 പേരും അവരുടെ പേരക്കുട്ടിയായ റോസയും ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുൻപ് തന്നെ റോസയും ഇവയും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഫ്ലൈറ്റ് അവിടെ നിന്നും യാത്ര ആരംഭിച്ചു. ഫ്ലൈറ്റ് അറ്റൻഡറായ ഡൻലിയോട് കയലാകട്ടെ വളരെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഇവ അവനെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. യാത്ര ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഫ്ലൈറ്റിന്റെ എഞ്ചിനിലേക്ക് കുറെ പക്ഷികൾ വന്ന് ഇടിക്കാൻ തുടങ്ങി. അത് കാരണം ഫ്ലൈറ്റ് വല്ലാതെ കുലുങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട എന്ന് പൈലറ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചു കഴിയുമ്പോഴാകട്ടെ ആ ഫ്ലൈറ്റിന്റെ എഞ്ചിൻ മുഴുവനായിട്ട് കത്തി നശിക്കാൻ തുടങ്ങി. സീറ്റുകളെല്ലാം വല്ലാതെ കുലുങ്ങുന്നു. എല്ലാവരും ആകെ പരിഭ്രാന്തിയിലാണ്. മുകളിലുണ്ടായിരുന്ന ലഗേജ് എല്ലാം താഴേക്ക് വീഴുകയാണ്. അവസാനം എഞ്ചിൻ കത്തി അവിടെ നിന്നും ഒരു വലിയ ഭാഗം അടർന്നു വന്ന് ഈ ഫ്ലൈറ്റിന്റെ നടുക്കൂടി കടന്നു പോകുന്നു. അങ്ങനെ നടുക്ക് വലിയൊരു തുള വീഴുകയാണ്. അതിലൂടെ ആൾക്കാർ പുറത്തേക്ക് വീഴാൻ തുടങ്ങി. ബാക്കിയുള്ളവരെല്ലാം തന്നെ തങ്ങളുടെ സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആക്കി ഇരിക്കുകയാണ്. പൈലറ്റിന്റെ കയ്യിൽ നിന്നും ആ പ്ലെയിനിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും കൈവിട്ടുപോയി. അത് നേരെ പസഫിക് ഓഷനിലേക്ക് പോയി വീഴുന്നു. പൂർണ്ണമായിട്ടും കടലിനുള്ളിലേക്ക് പോയ ആ പ്ലെയിൻ ആകട്ടെ ഒരു ചരിഞ്ഞ പ്രതലത്തിൽ തങ്ങി നിൽക്കുകയാണ്. താഴേക്ക് വലിയൊരു ഗർത്തമാണ്. അതിനുള്ളിലേക്ക് വീണു കഴിഞ്ഞാൽ പിന്നെ ആരും ജീവനോടെ ഉണ്ടാകില്ല. ഇതെല്ലാം നിമിഷ നേരം കൊണ്ടാണ് സംഭവിച്ചത്. ഫ്ലൈറ്റിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും മരിച്ചിരിക്കുന്നു. കയ്യിലിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഇവയ്ക്കും ജെയ്ഡിനും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഡാനില് അവരെ സേഫ് ആക്കി അവിടെ നിർത്തുന്നു. തന്റെ ബോഡി ഗാർഡ് എവിടെയെന്ന് ഇവ നോക്കുന്നുണ്ട്. അയാൾ മരിച്ചു എന്നാണ് അവൾ വിചാരിച്ചത്. എന്നാൽ ആ ബോഡി ഗാർഡ് ആകട്ടെ റോസയും അവളുടെ ഗ്രാൻഡ്മയും രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. റോസയുടെ ഗ്രാൻഡ് ഫാദർ മരിച്ചിരിക്കുന്നു. ഭാഗ്യവശാൽ ഫ്ലൈറ്റിന്റെ അത്രയും ഭാഗം എയർലോക്ക് ആണ്. അതുകൊണ്ട് അവിടേക്ക് വെള്ളം കടന്നു വരില്ല. ഫ്ലൈറ്റ് അപകടത്തിൽ പെടുന്നതിന് മുൻപ് തന്നെ പൈലറ്റ് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് റെസ്ക്യൂ ടീം എപ്പോ വേണമെങ്കിലും ഇവിടെ എത്താമെന്ന് ഡാനിലോ പറയുന്നു. അവർക്ക് ഓക്സിജന്റെ ആവശ്യമുണ്ട്. ഫ്ലൈറ്റിൽ ലങ് ഡിസീസ് ഉള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു ഓക്സിജൻ ടാങ്ക് ഇരിക്കുന്നത് റോസിയുടെ ഗ്രാൻഡ്മ കണ്ടിരുന്നു. ഇവയുടെ ബോഡി ഗാർഡ് ആകട്ടെ ആ ഓക്സിജൻ ടാങ്ക് എടുക്കാൻ വേണ്ടിട്ട് വെള്ളത്തിനടിയിലൂടെ പോകുന്നുണ്ട്. അയാളത് കൈക്കലാക്കി തിരിഞ്ഞു വരുമ്പോഴേക്കും ആ പ്ലെയിനിലുണ്ടായിരുന്ന വലിയ ഹോളിലേക്ക് ഒരു സ്രാവ് കടന്നു വരുന്നു. ആ സ്രാവ് അയാളെ ആക്രമിക്കുകയാണ്. അയാൾ എങ്ങനെയൊക്കെയോ സ്രാവിന്റെ പിടിയിൽ നിന്നും വെള്ളത്തിലൂടെ നേരെ എവയുടെ അടുത്തെത്തി അവളുടെ കയ്യിൽ ആ ഓക്സിജൻ ടാങ്ക് കൊടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകണമെന്ന് പറയുന്നു. കാരണം അയാളുടെ ശരീരം മുഴുവൻ മുറിവുകളായിരുന്നു. നിമിഷ നേരം കൊണ്ട് ആ സ്രാവ് അയാളെയും വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ഇത് കണ്ടപ്പോഴാണ് തങ്ങൾ വലിയൊരു അപകടത്തിലാണെന്ന് അവർക്ക് മനസ്സിലായത്. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ ഈ സ്രാവുകളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടണം. അവർ പേടിച്ച് ബാക്കിലേക്ക് പോകാൻ ആരംഭിച്ചു. ആദ്യം കയലിന്റെ ഒടിഞ്ഞ കൈ ശരിയാക്കണം. ഗ്രാൻഡ്മ ഒരു നേഴ്സായിരുന്നു. അതുകൊണ്ട് അക്കാര്യം അവർ ഏറ്റെടുത്തു. അപ്പോഴേക്കും അവരെ തിരഞ്ഞ് റെസ്ക്യൂ ടീം എത്തിയിട്ടുണ്ടായിരുന്നു. ഗവർണർ ഒരുപാട് സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് ഇവയെ രക്ഷിക്കാൻ വേണ്ടി അത്രയും പെട്ടെന്ന് റെസ്ക്യൂ ടീം അവിടേക്ക് വന്നത്. എന്നാൽ അവർ നോക്കുമ്പോൾ സമുദ്രത്തിന്റെ മുകളിൽ എങ്ങും തന്നെ ഒരംശം പോലും കാണുന്നില്ല. ആ പ്ലെയിൻ പൂർണ്ണമായിട്ടും കടലിനുള്ളിൽ തന്നെയായിരുന്നു. പ്ലെയിനുള്ളിൽ എന്തൊക്കെയോ സൗണ്ടുകൾ അവർ കേൾക്കുന്നുണ്ട്. ആ സ്രാവുകൾ ആ വലിയ ഹോളിനുള്ളിലൂടെ കടന്നിട്ട് മരിച്ച ആൾക്കാരെ എല്ലാം തന്നെ അതിന്റെ ആഹാരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പ്ലെയിൻ ആകട്ടെ ചരിഞ്ഞ പ്രതലത്തിൽ നിന്നും വീണ്ടും താഴേക്ക് തെന്നി നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അത് ആ ഗർത്തത്തിലേക്ക് വീഴും. പിന്നെ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. വെള്ളം വീണ്ടും ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എന്നാൽ ആ സ്രാവുകളുടെ കയ്യിൽ നമ്മൾ പെട്ടുപോകില്ലേ എന്ന് ജെഡ് ചോദിക്കുന്നു. ഇതിനിടെയാണ് റോസ പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സ്രാവുകൾക്ക് ബബിൾസ് ഇഷ്ടമല്ല. നമ്മൾ ബബിൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്രാവുകൾ ഇവിടെ നിന്നും പോകും. അതിനിടെ കയ്യിൽ പറയുന്നുണ്ട്, ഈ പ്ലെയിനിൽ കുറച്ച് സ്കൂബ ഡൈവേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു ഗ്രീൻ ബാഗ് ഉണ്ടായിരുന്നു. അതിൽ ഡൈവേഴ്സിന്റെ ഡ്രസ്സും മാസ്കും ഒക്കെ ഉണ്ടാകാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെടാം. അപ്പോഴേക്കും മുകളിലെ റെസ്ക്യൂ ടീം ആ പ്ലെയിൻ വീണ സ്ഥലം കണ്ടെത്തിയിരുന്നു. അവരുടെ കയ്യിൽ ഫ്യൂല് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പെട്ടെന്ന് തന്നെ 2 ഡൈവേഴ്സിനെ താഴേക്ക് പറഞ്ഞുവിടുന്നു. ആ ഡൈവേഴ്സ് പ്ലെയിൻ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. എവയും കൂട്ടരും ഇത് കണ്ടതും ഒരുപാട് സന്തോഷിക്കാൻ തുടങ്ങി. തങ്ങളെ രക്ഷിക്കാൻ ആള് വന്നിരിക്കുന്നു. ഒരു ഓഫീസറാകട്ടെ ഇവയുടെയും കൂട്ടരുടെ അടുത്തേക്ക് വിൻഡോയിലൂടെ വന്ന് നോക്കുന്നു. മറ്റേയാളാകട്ടെ പ്ലെയിനിലുള്ള ഹോളിലൂടെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ആ ഡൈവേഴ്സിനെ സ്രാവുകൾ വന്ന് അറ്റാക്ക് ചെയ്യുകയും അവരെ കൊല്ലുകയും ചെയ്യുകയാണ്. ഇതോടെ എവയും കൂട്ടരും ആകെ നിരാശരായി. ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവർക്കറിയില്ല. മുകളിലുണ്ടായിരുന്ന ബാക്കി റെസ്ക്യൂ ടീം ആൾക്കാരാകട്ടെ ഫ്യൂല് കുറവായ കാരണം അത് റീഫിൽ ചെയ്യാൻ അവിടെ നിന്നും പോയിരുന്നു. ഡൈവേഴ്സ് എന്തായാലും അവിടെ തന്നെ ഉണ്ടാകും. തിരിച്ചു വന്നവരെ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ അവിടെ നിന്നും പോയത്. അവർക്ക് ഓക്സിജന്റെ ആവശ്യം ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ 2ാമത്തെ ഡൈവർ ഹോളിലേക്ക് കയറിയപ്പോഴാണ് സ്രാവ് അറ്റാക്ക് ചെയ്തത്. അയാളുടെ കയ്യിലുള്ള ഓക്സിജൻ ടാങ്ക് അവിടെ തന്നെ ഉണ്ടാകും. അത് നോക്കാൻ വേണ്ടിയിട്ട് ഇവ വെള്ളത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്.
സീറ്റിന്റെ മുകളിൽ കയറി നോക്കിക്കൊണ്ടുവന്ന ജെഡിന്റെ കാല് വഴുതി അവൻ വെള്ളത്തിലേക്ക് വീഴുന്നു. ഇവ പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നു തനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന്. എന്നിട്ട് അവൻ ചിരിക്കാൻ തുടങ്ങി. പക്ഷെ നിർഭാഗ്യവശാൽ പെട്ടെന്ന് സ്രാവ് ബാക്കിലൂടെ വന്ന് അവന്റെ കാലിൽ പിടിക്കുന്നു. അവരെല്ലാവരും ചേർന്നിട്ട് അവനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ഒരു കാൽപാദം നഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ അവനെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് അവന്റെ കാല് വെച്ച് കെട്ടാൻ തുടങ്ങി. ഗ്രാൻമയാകട്ടെ അവന്റെ കാലിൽ നിന്നും രക്തം പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ബെൽറ്റ് കൊണ്ട് അവന്റെ കാലിൽ ഇറുക്കി കെട്ടുന്നുണ്ടായിരുന്നു. വേദന അവന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. നമ്മളെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. എത്രയും പെട്ടെന്ന് ആ സ്കൂബ ഡൈവേഴ്സിന്റെ ബാഗ് കണ്ടുപിടിക്കണം. താൻ പോകാമെന്ന് ഇവ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ലഗേജുകൾ ഇരിക്കുന്ന അറയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ ഇരുട്ടായ കാരണം ഡാനിലോ ഒരു ഫ്ലയർ കത്തിച്ച് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അവിടെ എല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു. അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി ആ ബാഗ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ അവൾക്ക് ആ ബാഗ് കിട്ടുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നൊരു നീരാളി അവളെ ആക്രമിക്കാൻ വരുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫ്ലയർ അണഞ്ഞുപോയി. മുകളിൽ നിന്ന് എല്ലാവരും വലിയ ടെൻഷനിലാണ്. എവയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. കുറെ നേരമായിട്ടും അവളെ കാണാത്ത കാരണം ഡാനിലോ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ മുകളിലേക്ക് കയറി വരുന്നു. താൻ ആ ബാഗ് കണ്ടെത്തി എന്നുള്ള സന്തോഷ വാർത്ത എല്ലാരെയും അറിയിക്കുന്നു. അവരെ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിൽ 4 ഡൈവിംഗ് സൂട്ടും മാസ്കും ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് മുകളിലെത്തണമെന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ജഡ് അവരെ വിട്ടുപോയിരുന്നു. അവൻ മരിച്ചിരിക്കുന്നു. ഇവയ്ക്കിത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. പക്ഷെ ആ നേരത്ത് അവൾ തളർന്നിരുന്നിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും മുകളിൽ എത്തിച്ചേർന്നെങ്കിലേ പറ്റൂ. വീണ്ടും ഫ്ലൈറ്റിനുള്ളിൽ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ആ ഫ്ലൈറ്റിന്റെ മുൻഭാഗം അടർന്ന് താഴേക്ക് വീഴാൻ പോവുകയാണ്. അത് താഴേക്ക് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഉൾപ്പെടെ താഴേക്ക് പതിക്കും. പിന്നീട് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയെങ്കിലേ പറ്റൂ. ഫ്ലൈറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന ചെറിയ ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ചിട്ട് ഷാർക്കുകളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ആ ബബിൾസ് ഉണ്ടാക്കാമെന്ന് ഇവ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും അത് കയ്യിൽ കരുതുന്നുണ്ട്. കയ്യിലാകെ പേടിച്ചിരിക്കുകയാണ്. എനിക്ക് നീന്താൻ അറിയില്ല. പക്ഷെ ഇവ അവനോട് പറയുന്നുണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈ ലൈഫ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാൻ നീന്തേണ്ട ആവശ്യമില്ല. ഇതിന്റെ ലോക്ക് ഊരിയാ മതി. നമ്മൾ തനിയെ മുകളിലേക്ക് പൊങ്ങിപ്പോയിക്കൊള്ളും. ബോഡി ഗാർഡ് കൊടുത്ത ആ ഓക്സിജൻ സിലിണ്ടർ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ ഒരു ഓക്സിജൻ സിലിണ്ടർ ഗ്രാൻമയും കയ്യിലും ഉപയോഗിക്കാൻ ഇവ പറയുന്നുണ്ട്. നേരത്തെ വന്ന ആ സ്കൂബ ഡൈവറിന്റെ കയ്യിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാകാം. പ്ലെയിനിലുള്ള ആ ഹോളിന്റെ അടുത്താണ് അയാൾ ആക്രമിക്കപ്പെട്ടത്. അതുകൊണ്ട് അവിടെ നിന്നും അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും റോസയ്ക്കും ആ ഒരു ഓക്സിജൻ സിലിണ്ടർ മതി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ 4 ഡൈവിംഗ് സൂട്ട് ഗ്രാൻമ ഒഴിച്ച് ബാക്കി എല്ലാരും ധരിക്കുന്നു. താൻ ആർമിയിലെ നേഴ്സായിരുന്നു കൊണ്ട് തന്നെ നന്നായിട്ട് സ്വിമ്മിംഗ് അറിയാം. അതുകൊണ്ട് ഡൈവിംഗ് സൂട്ടിന്റെ ആവശ്യമില്ലെന്നാണ് ഗ്രാൻമ പറയുന്നത്. അങ്ങനെ ആദ്യം റോസയും എവയും മുന്നോട്ട് പോകുന്നു. പിറകെ ഡാനിലോ. അവർ കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ആ സ്രാവുകൾ അവർക്ക് നേരെ വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഇവ ബബിൾസ് ഉണ്ടാക്കി. അത് കണ്ടതും സ്രാവുകൾ അവിടെ നിന്നും പെട്ടെന്ന് തിരിച്ചുപോയി. കയ്യിൽ പേടിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഗ്രാൻമയാകട്ടെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. ഇവരുടെ ഈ യാത്രയെ സ്ലോ ആക്കുന്നത് ചിലപ്പോൾ താനായിരിക്കാം. അതുകൊണ്ട് അവർ മുകളിലേക്ക് പോകാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഇത് കണ്ട കയ്യിൽ അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോഴേക്കും വെള്ളം ഒരുപാട് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അവൻ പേടിച്ച് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവനെ രക്ഷിക്കാൻ ഡാനില ശ്രമിച്ചപ്പോഴേക്കും സ്രാവ് വന്ന് അവനെ പിടിക്കുകയും ചെയ്യുന്നു. പേടിച്ചുപോയ ഡാനില മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇവയും റോസയും ചേർന്നിട്ട് ആ ഡൈവറിന്റെ കയ്യിൽ നിന്നും ഓക്സിജൻ സിലിണ്ടർ എടുത്തിരുന്നു. ഡാനില അവിടേക്ക് വന്ന് പറയുന്നുണ്ട് മറ്റു 2 പേരെയും എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന്. ആ സിലിണ്ടറിൽ നിന്നും ഇവ കുറച്ച് ഓക്സിജൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഡാനിലോയോടും റോസയോടും മുകളിലേക്ക് പോകാൻ പറയുന്നു. അവർ 2 പേരും ലൈഫ് ജാക്കറ്റിനെ പിൻവലിച്ച ശേഷം മുകളിലേക്ക് പൊങ്ങിപ്പോയി. ഇവ തന്റെ ലൈഫ് ജാക്കറ്റിനെ പിൻവലിക്കാൻ തുടങ്ങിയതും ആ സ്രാവ് ഉള്ളിലേക്ക് കയറി. അവൾ അതിന്റെ കണ്ണിൽപ്പെടാതെ അവിടെ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു. ആ സ്രാവ് പോയ ശേഷമേ അവൾക്ക് അവിടെ നിന്നും ഇറങ്ങാൻ സാധിക്കൂ. അങ്ങനെ അവൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും മറ്റൊരു സ്രാവ് അവളുടെ മുന്നിലേക്ക് വരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ സമയത്ത് തന്നെ ആ പ്ലെയിൻ ആ ഗർത്തത്തിലേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു. ആ ഫോഴ്സിൽ അവളും താഴേക്ക് പോയി. മുകളിലേക്ക് അവൾക്ക് നീന്താൻ കഴിയുന്നില്ല. രണ്ടും കൽപ്പിച്ച് അവൾ ആ ലൈഫ് ജാക്കറ്റിന്റെ പിൻവലിച്ചൂരുന്നു. അങ്ങനെ കുറെ ദൂരം മുകളിലേക്ക് അവൾ പൊങ്ങിപ്പോകുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോഴേക്കും അവളുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു. അവൾ അബോധാവസ്ഥയിലാണ് മുകളിലേക്ക് എത്തിച്ചേരുന്നത്. കുറച്ചുനേരം അങ്ങനെ കിടന്നെങ്കിലും പെട്ടെന്ന് അവൾ ബോധം വീണ്ടെടുക്കുന്നു. ചുറ്റും നോക്കുമ്പോ അവിടെ എങ്ങും തന്നെ റോസയും കാണുന്നില്ല, ഡാനിലോയും കാണുന്നില്ല. അവർ മരിച്ചുവെന്ന് അവൾ പേടിക്കുന്നു. പക്ഷെ അപ്പോഴാണ് മുകളിൽ നിന്നും ഹെലികോപ്റ്ററിന്റെ വെട്ടം താഴേക്ക് വരുന്നത്. ആ ഹെലികോപ്റ്ററിൽ നിന്നും അവരൊരു കയറിട്ട് അവളെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്. അവിടെ സേഫ് ആയിട്ട് റോസയും ഡാനിലോയും ഉണ്ടായിരുന്നു. റോസയുടെ ഗ്രാൻമയ്ക്ക് അവൾ കൊടുത്ത വാക്ക് നിറവേറ്റിയിരിക്കുന്നു. റോസയെ ജീവനോടെ സേഫ് ആയിട്ട് മുകളിൽ എത്തിച്ചിരിക്കുന്നു. എന്നാലും അവൾക്ക് അവളുടെ ഗ്രാൻമയും ഗ്രാൻഡ് ഫാദറിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വേദന താങ്ങാവുന്നതിലും അപ്പുറമാണ്. അത്രയും വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ അവരെല്ലാവരും അവിടെ നിന്നും പോവുകയാണ്. ഇവിടെ ഈ മൂവി അവസാനിക്കുന്നു.